കർത്താവിൻ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും വന്ദനം. എൻ്റെ പേര് കുരുവിള വർഗീസ്. നാം കേട്ടുവരുന്നത് പോലെ G2R എന്നാൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള വിഷയത്തെ സവിസ്തരമായി ആരാഞ്ഞ് പരിശോധിച്ച് വ്യാഖ്യാനിച്ച് പഠിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അതിൽ ലേവ്യ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ കാണുന്ന 6 വിധ യാഗങ്ങളെക്കുറിച്ച് ഏറെക്കുറെ നാം ചിന്തിച്ചു വരികയാണ്. അതിൽ 4 സവിസ്തരം പഠിച്ചു. 5-ാമത്തേത് കരപൂരണ യാഗമാണ്. യാഗങ്ങൾ അർപ്പിക്കുന്നത് പുരോഹിതന്മാർ മാത്രം ആയിരിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ച് നിർത്തിയത് പുരോഹിതന്മാരുടെ കരപൂരണം, അതിനുള്ള നിയമം. പുരോഹിതൻ പൗരോഹിത്യ വസ്ത്രം ധരിച്ചിരിക്കണം. ആ വസ്ത്രത്തിൽ ഏഫോദും പതക്കവും ഉറീമും തുമ്മിയും ധരിക്കണം. ഏഫോദിന് താഴെ പൊന്നുകൊണ്ടുള്ള മണികൾ ഉണ്ടായിരിക്കണം. യഹോവയ്ക്ക് വിശുദ്ധം എന്നെഴുതിയ തങ്കം കൊണ്ടുള്ള പട്ടമുണ്ടാക്കി തിരുനെറ്റിയിൽ ധരിക്കണം. അനന്തരം അവരെ അഭിഷേകം ചെയ്ത് കരപൂരണവും ചെയ്ത് ശുദ്ധീകരിക്കണം. അതിനുശേഷം മാത്രമേ അവർ സമാഗമന കൂടാരത്തിൽ കടക്കാവൂ. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം 1-ാം വാക്യം മുതൽ 43 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ വ്യവസ്ഥാപിതമായ നിയമം പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്നവരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. കരപൂരണം നടത്തിയ ശേഷം അവരോട് അവർ ചെയ്യേണ്ട ശുശ്രൂഷകൾ എന്തെല്ലാമാകുന്നുവെന്നും എങ്ങനെ ചെയ്തു വരണം എന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. കരപൂരണം നടത്തിയതുകൊണ്ട് പുരോഹിതനാകുകയില്ല. അതിനാവശ്യമാർന്ന മാർഗനിർദ്ദേശങ്ങൾ യഥാക്രമം അവരെ പഠിപ്പിക്കണം. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ നാം കണ്ടു. അതിൽ ആരെല്ലാം ദൈവസന്നിധിയിൽ അടുത്തു വരേണം, ആരെല്ലാം അടുത്തു വരരുത് എന്നിത്യാദിയുള്ള നിയമങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നാം കണ്ടു കഴിഞ്ഞതാണ്. ലേവ്യ പുസ്തകം 21-ാമത്തെ അധ്യായം 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലാണ് 12 കൂട്ടം ആളുകൾ ലേവി ഗോത്രത്തിൽ പൗരോഹിത്യ ഗോത്രത്തിൽ പുരോഹിതന്മാരുടെ മക്കളായി ജനിച്ചാൽ തന്നെയും വരരുതാത്തവർ. ഇതോടെ ചേർന്ന് ലേവ്യ പുരോഹിതന്മാർ അറിഞ്ഞിരിക്കേണ്ടതും ലേവ്യഗോത്രം അല്ലാത്ത ഏവരെയും പഠിപ്പിക്കേണ്ടതായ പ്രമാണവും ലേവി ഗോത്രത്തിനു കൊടുത്തു. സംഖ്യാപുസ്തകം 1-ാം അധ്യായത്തിന് 47 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. അവർ കർക്കശമായി പ്രാപിച്ച വിഷയങ്ങൾ ജനത്തെ പഠിപ്പിക്കുന്നത് അവരുടെ ചുമതലയാണ്. അല്ലാതെ അത് പഠിപ്പിക്കാതെയോ അറിയാതെയോ പാപം ചെയ്താൽ അതിനും യാഗം അർപ്പിക്കണം. ലേവ്യരല്ലാത്തവർ കൂടാരം എടുക്കുകയോ പാളയം മാറിയടിക്കുമ്പോൾ ആ കൂടാരത്തിൻ്റെ അടുക്കൽ ചെല്ലുകയോ ചെയ്യുവാൻ അനുവദിച്ചില്ല. ചെന്നാൽ മരണമായിരുന്നു ശിക്ഷ. സംഖ്യാപുസ്തകം 1-ാം അധ്യായം 51-ാമത്തെ വാക്യം. അഹരോനെയും പുത്രന്മാരെയും പൗരോഹിത്യം നടത്തുവാൻ നിയമിച്ചിരിക്കണം. അന്യരടുത്ത് വരരുത്. ആ വിഷയത്തെക്കുറിച്ച് നാം വളരെ കാര്യഗൗരവമായി തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് പഠിച്ചതാണ്. എന്നാൽ മലാക്കി പ്രവാചകന്റെ കാലം ആയപ്പോഴേക്കും ഏകദേശം 1600 BC-യിൽ പ്രാപിച്ച പ്രമാണം 1200 സംവത്സരങ്ങൾ കൃത്യമായല്ല എങ്കിലും ആരംഭമൊഴികെയുള്ള കാലങ്ങളിൽ പാലിച്ചു വന്നു. എന്നാൽ ക്രിസ്തുവിന് മുൻപ് 400 ആയപ്പോൾ മലാക്കി പ്രവാചകന്റെ പ്രവാചനകാലം. ലേവ്യർ ദൈവിക വ്യവസ്ഥകൾ വിട്ടുമാറി പലരെയും ഉപദേശത്തിൽ ഇടറുമാറാക്കി ലേവിയുടെ നിയമം ലംഘിച്ചു. ജനത്തെ അവർ നശിപ്പിച്ചു. അപ്പം ജനം സ്വയം നശിച്ചതല്ല, നശിക്കാതെ പരിപാലിച്ച് നിയമങ്ങൾ പാലിക്കേണ്ടതിനു വേണ്ടി പഠിപ്പിച്ചവർ നശിപ്പിച്ചതാണ്. അങ്ങനെ അവർ ദൈവത്തിൻ്റെ വഴികളെ പ്രമാണിക്കാതെ ന്യായപ്രമാണത്തിൽ പക്ഷഭേദം കാണിച്ചു. അതുകൊണ്ട് ദൈവം അവരെ സകല ജനത്തിനും നിന്ദിതരും
നീചന്മാരുമാക്കി തീർത്തു. മലാക്കി പ്രവചനം 2-ാം അധ്യായം 8-9 വാക്യങ്ങൾ. എന്തിനാണിത് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആ ലേവിഗോത്രക്കാർക്ക് കൊടുത്ത നിയമത്തെക്കാട്ടിലൊട്ടും കുറയാതെ എന്നല്ല, കുറച്ചുകൂടെ സവിശേഷതയുള്ള നിയമങ്ങളാണ് പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ കാണുന്ന രാജകീയ പുരോഹിത വർഗത്തിന് ദൈവം കൊടുത്തത്. മോശെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ജനത്തിനെ ഏൽപ്പിച്ചു. അപ്പസ്തലന്മാർ, വിശേഷാൽ വിശുദ്ധ പൗലോസും ആദിയായവരും കർത്താവിൽ നിന്ന് പ്രാപിച്ച് ദൈവസഭയ്ക്ക് ഏൽപ്പിച്ചു. ഇന്ന് നാം ആത്മീയ കോളത്തിൽ കാണുന്ന ഒട്ടുമിക്ക പ്രസ്ഥാനങ്ങളുടെയും, സഭകളെന്ന് പറയുവാൻ യോഗ്യതയുള്ളതല്ല, അതുകൊണ്ടാണ് പ്രസ്ഥാനങ്ങളെന്ന് പറഞ്ഞത്. ആരംഭം നന്നായിരുന്നു, അങ്ങനെയാണല്ലോ ഈ പ്രസ്ഥാനങ്ങളുടെ തുടക്കം. എന്നാൽ അവസാനം വന്നപ്പോൾ അവരും അവരുടെ ശുശ്രൂഷകന്മാരും ഉപദേശം ഇടറുമാറാക്കി. അപ്പസ്തലന്മാർ മുഖാന്തരം ദൈവം കൊടുത്ത നിയമത്തെ അവർ ലംഘിച്ചു, അവരതിനെ നശിപ്പിച്ചു. അവർ തങ്ങൾക്ക് ബോധിച്ച വഴികളിൽ നടക്കത്തക്കവണ്ണം നിയമത്തെ അവർക്ക് അനുകൂലമായി എഴുതിയുണ്ടാക്കി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ വഴിപാടുകളെ പ്രമാണിക്കാതെ ന്യായപാലനത്തിൽ പക്ഷാഭേദം കാണിച്ചതുപോലെ തങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നവർക്ക് അവർ അനുകൂലം, അവർ ചെയ്യുന്ന തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നവർക്ക് അവർ ശത്രുക്കൾ, അവരെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് ഒരു മുന്നറിയിപ്പ്, ദൈവം ആരംഭത്തിൽ ശൂരത്വത്തോടും വിശുദ്ധിയോടും വേർപാടോടും കൂടെ ഇറങ്ങിത്തിരിച്ച ദൈവദാസീദാസന്മാരുടെ 3-4 തലമുറകൾ വന്നപ്പോൾ സർവജനത്തിനും അവർ നിന്ദിതരും നീചന്മാരുമായി തീർന്നിരിക്കുന്നു. എത്ര വാസ്തവം! തുടർന്ന് നാം പഠിക്കുവാൻ പോകുന്നത് പൗരോഹിത്യ പ്രമാണം തെറ്റിച്ചവർക്കുണ്ടായ ശിക്ഷ. ശ്രദ്ധയോടുകൂടെ കേൾക്കണം. ദൈവത്തിൻ്റെ പ്രമാണം തെറ്റിച്ചവർക്കുണ്ടായ ശിക്ഷ മരണശിക്ഷയാണ് പഴയ നിയമത്തിൽ. എന്നാൽ ഇന്ന് ആ മരണം സംഭവിക്കുന്നില്ല. ആത്മീയ മരണവും ദൈവത്തിൽ നിന്നുള്ള വേർപാടും നടക്കുന്നുണ്ട്. അക്ഷരീയ വേർപാട് നടക്കുന്നില്ല. കാരണം ഇത് കൃപായുഗം ആയതുകൊണ്ടാണ്. ശ്രദ്ധിക്കുക. പൗരോഹിത്യ പ്രമാണം തെറ്റിച്ചവർക്കുണ്ടായ ശിക്ഷ. ബെന്യാമീൻ ഗോത്രക്കാരനായ ശൗൽ രാജാവ് ഫെലിസ്ത്യരുമായുള്ള യുദ്ധം ജയിച്ച് ജയശ്രീലാളിതനായി മടങ്ങി വരുമ്പോൾ നിശ്ചയിച്ച സമയത്ത് ശമൂവേൽ വരുന്നതിനെ കാത്തിരുന്നു. എങ്കിലും അല്പം താമസിച്ചു പോയതിനാൽ സ്വയം ഹോമയാഗവും സമാധാനയാഗവും കഴിച്ചു. തൽഫലമായി അവൻ്റെ രാജ്യത്വം നഷ്ടമായി. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 13-ാം അധ്യായം 5-14 വരെയുള്ള വാക്യങ്ങൾ. ആ അധ്യായം ആരംഭത്തിൽ ഇങ്ങനെയാണ്: ശൗൽ ഇസ്രായേൽ ജനത്തിന് രാജാവായപ്പോൾ അവന് 30 വയസ്സായിരുന്നു. നിയമമനുസരിച്ച് 2 സംവത്സരം അവൻ ഭരിച്ചു. 40 വർഷം ഭരണം നടത്തി. ബാക്കി 38 വർഷവും അഭിഷേകം നഷ്ടപ്പെട്ടവനായി ഭരിച്ചു. അപ്പം ദീർഘനാളുകൾ നിൽക്കുന്നു എന്നുള്ളതല്ല വിഷയം. 50-ാം വർഷവും 75-ാം വർഷവും കൊണ്ടാടുന്നു എന്നുള്ളതല്ല വിഷയം. ഇതിൽ എത്ര നാൾ ദൈവത്തിന് ഹിതകരമായി ശുശ്രൂഷിച്ചു, ചട്ടപ്രകാരം പോരായി എന്നുള്ളതൂടെ ഒന്ന് ചിന്തിച്ചു നോക്കണം. 2, ഒന്നാമത് പഠിച്ചത് പൗരോഹിത്യം നടത്തുവാൻ അനുവാദമില്ലാത്ത ബെന്യാമീൻ ഗോത്രക്കാരനായ കീശിൻ്റെ മകൻ ശൗൽ യാഗം കഴിച്ചു, രാജ്യത്വം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവന് മരിക്കേണ്ടി വന്നു എന്നാണ് രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. 2, ഇസ്രായേൽ രാജാവായിരുന്ന യൊരോബെയാം ധൂപം കാട്ടുവാൻ താൻ ഉണ്ടാക്കിയ ബേഥേലിലെ പീഠത്തിനരികെ നിൽക്കുമ്പോൾ, യാഗപീഠത്തിനരികെ നിൽക്കുമ്പോൾ അവനുണ്ടാക്കിയ യാഗത്തിനെതിരെ ആ ശുശ്രൂഷയ്ക്കെതിരെ വിളിച്ചു പറഞ്ഞ പ്രവാചകനെ പിടിക്കുവാൻ യാഗപീഠത്തിങ്കൽ നിന്ന് കൈനീട്ടി. അത് തന്നിൽ നിന്ന് ഒട്ടും വ്യത്യാസമല്ല ഇന്നത്തെ ആത്മീയ ഗോളത്തിലും. ഇവർ ചെയ്യുന്ന അനീതി, അനാത്മീയ പ്രവർത്തനങ്ങൾക്കെതിരെ വാക്കുകൾ ഉച്ചരിച്ചാൽ അവരെ പിടിക്കുവാൻ ഗുണ്ടകളെ വരെ ആത്മീയഗോളത്തിൻ്റെ ആസ്ഥാന മന്ദിരത്തിന് പുറത്ത് വിന്യസിച്ചിരിക്കുന്ന ഒരു കാലമാണിത്. അപ്പോൾ അവൻ്റെ കൈ വരണ്ടുപോയി.
ഈ കൈവച്ചാണ് പണം വാങ്ങിയതും പണം കൊടുത്തതും അനീതിക്ക് ഒപ്പിട്ടതും അനീതി കത്തെഴുതിയതും എല്ലാം ഈ കൈവച്ചാണ്. അത് തെറ്റാണെന്ന് പറയുന്നവരെ പിടിക്കും. പക്ഷേ ശ്രദ്ധിക്കണം, ഈ കൈ അധിക നാളുകൾ അഭിഷിക്തന്മാരെയും ദൈവം അയക്കുന്ന പ്രവാചകന്മാരെയും പിടിക്കുവാൻ നീളുകയില്ല. അത് വരണ്ടു പോകും. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 4 വരെ. അനന്തരം യാഗപീഠം പിളർന്നു, യാഗപീഠത്തിന്മേലുണ്ടായിരുന്ന ചാരം തൂകി പറന്നുപോയി. 13-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഇനിയും ഇങ്ങനെയുള്ള അനാത്മീയ പ്രവർത്തനങ്ങൾ നടത്തിയ ആളുകളെ കൂട്ടുന്നവരുടെ കൺവെൻഷൻ സ്ഥലങ്ങൾ പോലും ഇല്ലാതെയാകും. 3-ാമത്തേത് യഹൂദ രാജാവായിരുന്ന ഊസിയാവ്. മുകളിൽ നാം കണ്ടത് പൊതുരാജ്യം, ഇസ്രായേൽ, യഹൂദ ജനങ്ങൾ, 12 ഗോത്രങ്ങളുടെയും രാജാവായിരുന്ന ശൗൽ. 2-ാമത് നമ്മൾ കണ്ടത് യഹൂദയിൽ നിന്നും പിരിഞ്ഞുപോയ വടക്കേ രാജ്യമാകുന്ന ഇസ്രായേൽ രാജാവായിരുന്ന യൊരോബയാം. അവൻ കേവലം ദാസനായിരുന്നു, ദൈവം അവനെ ഉയർത്തിയതാണ്. ഇതൊക്കെ ആത്മീയ വിഷയങ്ങൾ പഠിച്ചാൽ ആഴമായ കാര്യങ്ങൾ ഗ്രഹിപ്പാൻ കഴിയും. ഊസിയാവ് ആരംഭത്തിൽ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. പ്രബലനും ബലവാനും ആയപ്പോൾ നാശത്തിനായിട്ട് നിഗളിച്ചു. യഹോവയോട് കുറ്റം ചെയ്തു. ആലയത്തിനുള്ളിലെ യാഗപീഠത്തിൽ ചെന്നു. ശൗൽ പുറത്താണ്. യൊരോബയാം സ്വന്തം ഉണ്ടാക്കിയ യാഗപീഠത്തിലാണ്. എന്നാൽ ഇപ്പോൾ നാം കാണുന്ന യഹൂദ രാജാവായിരുന്ന ഊസിയാവ് അവൻ്റെ വലിയ വല്യപ്പച്ചൻ ശലോമോൻ ഉണ്ടാക്കിയ ആലയത്തിൻ്റെ ഉള്ളിലെ യാഗപീഠത്തിൽ ചെന്നു ധൂപം കാട്ടുവാൻ നിൽക്കുമ്പോൾ ധൈര്യശാലികളായ 80 പുരോഹിതന്മാർ, യൊരോബയാമിൻ്റെ അടുക്കൽ ഒരു പ്രവാചകനാണ് എന്നത്, ഇത് ധൈര്യശാലികളായ 80 പുരോഹിതന്മാർ അവൻ്റെ പുറകെ ചെന്നു. അവൻ ചെയ്യുന്നത് വിഹിതമല്ല, ധൂപം കാട്ടുന്നത് വിശുദ്ധീകരിക്കപ്പെട്ട അഹരോന്യരായ പുരോഹിതന്മാരായിരിക്കണം, വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പൊയ്ക്കൊള്ളുക, ലംഘനമാകുന്നു എന്ന് ചെയ്തിരിക്കുന്നത് ഇത്യാദി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പുരോഹിതന്മാരോട് കോപിച്ചു. അതേ നിമിഷം തൽക്ഷണം പുരോഹിതന്മാർ കാണെ അവൻ്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി. അവർ അവനെ ആലയത്തിൽ നിന്ന് പുറത്താക്കി ജീവപര്യന്തം അവനെ ഭ്രഷ്ടനെന്നെണ്ണി ഒരു പ്രത്യേക ശാലയിൽ കുഷ്ഠരോഗിയായി താമസിപ്പിച്ചു. ഇന്ന് പല നേതാക്കന്മാരും ചെയ്യുന്നത് തെറ്റാണ്, വചനവിരുദ്ധമാണ്, ദൈവനാമത്തിന് ദോഷം വരുത്തുന്നതാണ്, അപകീർത്തിപരമാണ് എന്നൊക്കെ ബോധ്യം വന്നിട്ടും അത് തർജ്ജനം ചെയ്യുകയോ അത് തെറ്റാണ് ചെയ്യുന്നതെന്ന് പറയുകയോ ചെയ്യുവാൻ ധൈര്യം ഇല്ലാത്ത ഒരു കൂട്ടം കൂട്ടുപുരോഹിതന്മാരാണ് ആത്മീയ കോളത്തിലുള്ളത്. തന്നെയുമല്ല, ഭൂരിഭാഗം ആളുകളും ഈ അന്യായത്തിന് കൂട്ടുനിൽക്കുകയും ആ അനീതിയുടെ കൂലി വാങ്ങി കണ്ണ് കുരുടായി പോയ ഒരു പ്രവാചകനെ കുറിച്ച് സംഖ്യാപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, അവന് തുല്യനായി തീർന്നു. പക്ഷെ അന്ത്യം ആഗ്രഹിച്ചതുപോലെ നടന്നില്ല എന്നും കൂടെ മനസ്സിലാക്കണം. ദിനവൃത്താന്തം 2-ാമത്തെ പുസ്തകം 26-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പം ഇതുവരെ നമ്മൾ പഠിച്ചത് പുരോഹിതന്മാരുടെ കരപൂരണം അഥവാ പ്രതിഷ്ഠ. ഇനിയും നാം പഠിക്കുന്നത് രാജാക്കന്മാരുടെ കരപൂരണം അഥവാ കോൺസിക്രേഷൻ. രാജാക്കന്മാരായി യഹോവ കരപൂരണം ചെയ്യുന്നവർക്ക് ശക്തി കൊടുക്കുകയും അതിനാൽ ഉണ്ടാകുന്ന അഭിഷിക്തന്റെ കൊമ്പ് ജയം ഉയർത്തുകയും ചെയ്യും. ഇത് ശമൂവേൽ പ്രവാചകന്റെ അമ്മ കവിമുങ്ങവയൊന്നുമല്ലായിരുന്നു, ഹന്ന പാടിയ ഒരു സങ്കീർത്തന ഭാഗമാണ്. രാജാക്കന്മാരുടെ കരപൂരണം. ശമൂവേലിന്റെ അഭിഷേകം നോക്കുക. ശമൂവേലിന്റെ 1-ാമത്തെ പുസ്തകം 9-ാം അധ്യായം 16, 10:1, 15:1. 3-ാമത് ദാവീദ് രാജാവിന്റെ അഭിഷേകം. ശൗലിനെയും യഹോവയുടെ നിർദ്ദേശപ്രകാരമാണ് കരപൂരണം നടത്തിയത്. പക്ഷെ 2 വർഷം കഴിഞ്ഞപ്പോൾ തോറ്റുപോയി. അന്നേ ദൈവം
ശമൂവേലിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു, ബേത്ലഹേമിനായ യിശ്ശായിയുടെ മകൻ, ഇടയച്ചെറുക്കനായ ദാവീദിനെ തന്നെ. നോക്കണം, ശമൂവേലിൻ്റെ ഉടുപ്പ് കീറിയവനാണ്, ഉളിക്കുത്തു കുത്തിയവനാണ്. എന്നിട്ടും അവനെ അഭിഷേകത്തിൽ നിന്ന് തെറ്റിപ്പോയതിൻ്റെ ഫലമായി രാജ്യത്വത്തിൽ നിന്ന് ദൈവം ഉപേക്ഷിച്ചതിനാൽ ദുഃഖിക്കുന്ന ശമൂവേൽ. നമുക്കെതിരായ വ്യക്തികൾക്ക് എന്തെങ്കിലും ദോഷം വന്നാൽ സന്തോഷിക്കുന്നവരല്ലേ നമ്മൾ? സമ്മാനങ്ങൾ അന്യോന്യം വെച്ചു മാറുന്നവരല്ലേ? മൃഗം ഭരിപ്പാൻ പോകുമ്പോൾ ലോകവാസികളാകുന്നവരും അതുപോലെ തന്നെ ചെയ്യും. സഹോദരന്മാരുടെ പതനത്തിങ്കൽ സന്തോഷിക്കല്ല വേണ്ടത്, ദുഃഖിക്കുകയാണ് വേണ്ടത്. ശമൂവേലിൻ രണ്ടാമത്തെ പുസ്തകം 2 അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഹെബ്രോനിൽ വെച്ച് യഹൂദാഗ്രഹത്തിന് രാജാവാക്കി കരപൂർണം ചെയ്തു. ശമൂവേലിൻ രണ്ടാമത്തെ പുസ്തകം 5 അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഹെബ്രോനിൽ എല്ലാ ഇസ്രായേലിനും വേണ്ടി രാജാവാക്കി. നോക്കുക, ദാവീദ് രാജാവിന് തന്നെ 3 പ്രാവശ്യമാണ് അഭിഷേകം നടന്നത്. 1 ശമൂവേൽ തന്നെ, 2 യഹൂദാ ജനങ്ങൾ, 3 യഹൂദാ ജനവും ഇസ്രായേൽ ജനവും ഐക്യകണ്ഠേന, ഒരേ ഹൃദയത്തോടെ, ഐക്യകണ്ഠേന. 4 ശലോമോന്റെ അഭിഷേകം. രാജാക്കന്മാരുടെ 1 പുസ്തകം 34, 39, 45, 5 അധ്യായം 1 വാക്യം. ഇവിടെയെല്ലാം രാജാക്കന്മാരുടെ കരപൂരണ നിയമം അക്ഷരികമായി നിറവേറ്റിക്കൊണ്ടാണ് പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി നടത്തിയ അതേ വിഷയത്തിൽ നിന്നൊട്ടും മാറാതെ രാജാക്കന്മാരുടെ കരപൂരണവും നടത്തിയത്. രാജാക്കന്മാരായി കരപൂർണം നടത്തുമ്പോൾ എത്ര വലിയവനാണെങ്കിലും ശൗൽ രാജാവിനെ പോലും രാജധർമ്മം വായിച്ച് കേൾപ്പിച്ച് സദസ്സിൻ്റെ മുന്നിൽ വെച്ച് അത് വായിച്ച് കേൾപ്പിച്ചിട്ടാണ് രാജാക്കന്മാരായി കരപൂർണം നടത്തുന്നത്. എന്താണ് രാജധർമ്മം? അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.